നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ ഒരു സങ്കടം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നിരിക്കുന്നതായ 2 ദേവീ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം ഭദ്രകാളി ദേവിയുടേതാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ ഒരു ദുഃഖം വിചാരിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ദേവിയുടെ അറിയാവുന്ന നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ദേവീ കടാക്ഷമുള്ളവരാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. ദേവിയുമായി ബന്ധപ്പെട്ട് മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത് ധനപരമായ കാര്യങ്ങൾ മാത്രമാകണം എന്നില്ല. മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും വന്നു ചേർന്നിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ കലഹങ്ങളുണ്ട് എന്നത് നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രശ്നമാകുന്നു. അതല്ല, കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ ചില തർക്കങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹം പുറമേ കാണിക്കാത്തവരാണ് പൊതുവെ. എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിനുള്ളിൽ വളരെയധികം സ്നേഹം പലരോടുമുണ്ട്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, അതല്ല നിങ്ങളുടെ കുടുംബക്കാരാകാം, അല്ലെങ്കിൽ സഹോദരങ്ങളോ മറ്റു വ്യക്തികളോ ആകാം. എന്നാൽ അത് പുറമേ പ്രകടിപ്പിക്കാത്തതായ പ്രശ്നം നിങ്ങൾക്കുണ്ട്. ചില അവസരങ്ങളിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ശക്തി ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. മനസ്സിൽ ഓർത്ത ദുഃഖങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എങ്കിലും അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് കാര്യങ്ങൾ നടക്കും എന്ന ധാരണയിൽ മുന്നോട്ട് പോവുകയും അത് നടക്കാത്തതായ അവസ്ഥയാണ് വന്നു ചേരുക. അതിനാൽ അല്പസമയം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യസമയങ്ങൾ കടന്നുവരും. അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലരും നിങ്ങളെ തോൽപ്പിക്കുവാനായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പലവിധ ദുരിതങ്ങൾ സമ്മാനിക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാനോ പ്രതിരോധിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. ദേവി കടാക്ഷം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. ബുദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ക്രമേണ വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു. ബുദ്ധി വൈഭവത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഭഗവാന്റെ കടാക്ഷവും നിങ്ങളിലുണ്ട്. അതായത് നിങ്ങളുടെ ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ടും സാക്ഷാൽ പരമശിവന്റെ കടാക്ഷവും നിങ്ങൾക്കുണ്ട് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സുഹൃത്തുക്കൾ മാത്രമല്ല, സഹപ്രവർത്തകർ, അതല്ല നിങ്ങളുടെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, മനസ്സിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് പുതിയ വീടോ വാഹനമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ മറ്റു വസ്തുക്കളോ ആകാം. അതിനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതും വാസ്തവമാണ്. അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നതാകുന്നു.
എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ പല അവസരങ്ങളിലും പല സമയങ്ങളിലും നിങ്ങൾ പാഴാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൈകളിലേക്ക് ധനപരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ദേവീ കടാക്ഷത്താൽ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ലക്ഷ്മി നാരായണ പ്രീതി നിങ്ങൾക്കുള്ളതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ ശുഭകരമായി ഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ ക്ലേശങ്ങളുണ്ട്, എന്നിരുന്നാൽ പോലും മാനസികപരമായ ക്ലേശങ്ങളായിരുന്നാൽ പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ സഹായകരമാണ്. എന്നാൽ മനസ്സിൽ ഇപ്പോൾ ഉദ്ദേശിച്ചതായ ദുഃഖം അത് ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ അല്പസമയം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളിലും വളരെയധികം വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങും എന്ന കാര്യവും ഓർക്കുക. ലക്ഷ്മി നാരായണന്മാരെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന കാര്യം നിസ്സംശയം പറയാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, സാമ്പത്തികം തന്നെയാകണം എന്നില്ല. എന്നിരുന്നാലും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിൽ വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ വഴികൾ, പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനുള്ള വഴികൾ അമ്മയായി തന്നെ കാട്ടിത്തരും എന്ന കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്നു എന്നതാണ് വാസ്തവം. ഈ ദുഃഖങ്ങൾ മാത്രമല്ല, മറ്റു പല ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ബന്ധങ്ങളിലെ കലഹങ്ങൾ, അത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികപരമായും ചില പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നവരാകുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇത് എപ്രകാരമാണ് പരിഹരിക്കേണ്ടത്, എപ്രകാരം പരിഹരിച്ച് മുന്നോട്ടു പോകാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അതുമായി ബന്ധപ്പെട്ട ചില പോംവഴികൾ അത് മറ്റൊരു വ്യക്തിയുടെ സഹായത്താലാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്പം കൂടി, അതായത് നിങ്ങൾ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏത് കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന ചിന്താഗതിയുണ്ട് എങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ, അത് ഏതെങ്കിലും യാത്രകളുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാണ് എങ്കിൽ അത് ഒരു പരിധിവരെ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മനക്ലേശങ്ങൾക്ക് കാരണമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ചില അവസരങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി തീരും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുന്ന ഒന്നാണ് ധനപരമായ നേട്ടങ്ങൾ. ചില ധനസ്രോതസ്സുകളിൽ നിന്നും, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നവീകരണത്തിനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഭാവിക്കായി അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച എപ്രകാരം കൈവരിക്കാം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനും അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുന്നതിനോടൊപ്പം സ്വയം നവീകരിക്കുവാനും അത് എല്ലാ മേഖലകളിലും, നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും അത് പ്രകടമാക്കുവാനും സാധിക്കും.
കൂടാതെ ഈ സമയം സാമ്പത്തിക ഭദ്രതയ്ക്കായുള്ള ശ്രമങ്ങൾ വിജയങ്ങൾ കാണും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകൾക്കും കൂടുതൽ സമയം അവരുമായി ചെലവഴിക്കുവാനുമുള്ള സാധ്യതകളും വർദ്ധിക്കുന്നതായ സമയമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ അത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടാണ് എന്നിരുന്നാൽ പോലും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവർ അസൂയപ്പെടും വിധം ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ, നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും അതിൽ ഭാഗ്യം അല്പം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കൂ. അതിനാൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ശരിയായ രീതിയിലുള്ള ചിന്ത വളർത്തിയെടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അമ്മയെ നിത്യവും ആരാധിച്ച് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദേവീക്ഷേത്രത്തിൽ ദർശനവും നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക.